മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും ചുറുചുറുക്കും നൽകി ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതും പ്രായത്തെ നിയന്ത്രിച്ച് യൗവനം നിലനിർത്താൻ സഹായിക്കുന്നതുമായ ഒരു ജ്യൂസാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വേനൽക്കാലത്ത് അല്പമൊന്ന് നടക്കുകയോ യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കാനായിട്ടൊരു ആഗ്രഹം തോന്നാത്തവർ ചുരുക്കമായിരിക്കും. ശരീരം തണുക്കാനായിട്ട് ശീതളപാനീയങ്ങൾ വേണമെന്ന് വാശിയൊന്നും വേണ്ട. നമുക്ക് വീട്ടിലുണ്ടാക്കാം ഇതുപോലെ നല്ല ജ്യൂസുകൾ. വേനൽക്കാലത്ത് സാംക്രമിക രോഗങ്ങൾക്കുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. പല രോഗങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് ഈ ജ്യൂസിന് കഴിയും. ഒരേ സമയം കരോട്ടിൻ, പൊട്ടാസ്യം, വൈറ്റമിൻ എ, സി തുടങ്ങിയവ ഇതിലടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിളും ക്യാരറ്റും യൂസ് ചെയ്തിട്ടുള്ള ഒരു ജ്യൂസാണ്. ഇപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഇത്തിരി ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അതിന് നമ്മളെടുത്തിരിക്കുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ല 1.5 കിലോ 2 കിലോയിൽ താഴെയുള്ള ഒരു പൈനാപ്പിളും 1 കിലോ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് ക്യാരറ്റ് ചീകി വെള്ളത്തിലിടാം. അത് കഴിഞ്ഞ് നമ്മൾ ഈ പൈനാപ്പിളിനെ ചെത്തി കട്ട് ചെയ്ത് കാര്യങ്ങളായിട്ട് എടുത്തിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം. അപ്പോൾ നമുക്കിത് റെഡിയാക്കാനുള്ള പരിപാടികൾ നോക്കാം. പൈനാപ്പിൾ നമ്മൾ ചെത്തി ഇനി ഇത് കട്ട് ചെയ്തെടുത്താൽ മതി. അതിനു മുമ്പ് നമുക്ക് ക്യാരറ്റിനെ ചീകി കറക്റ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഇങ്ങനെ ചീകി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്കത് വാട്ടറിൽ ഇട്ട് വയ്ക്കാം. പൈനാപ്പിൾ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകാനുള്ള ക്യാരറ്റ് നമ്മൾ ചീകി ശരിയാക്കി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പൈനാപ്പിൾ അതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ജ്യൂസറിൽ ജ്യൂസാക്കാനുള്ള കാര്യത്തിലേക്ക് പോകാം. നമുക്കിനി ജ്യൂസറിൽ ജ്യൂസ് അടിക്കാൻ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യണത് സുജാതയുടെ ജ്യൂസറാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി ഓൺ ചെയ്ത് ഞങ്ങൾ ഈ ഉപയോഗിച്ച ജ്യൂസർ 15 വർഷം പഴക്കമുള്ളതാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിയ ടൈമിൽ ഞാൻ ചോദിച്ചു, എന്തിനാ ഇത് വാങ്ങിയത്, നമുക്ക് വേറെ ഏതെങ്കിലും വാങ്ങാമായിരുന്നില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷേ വളരെ നല്ല ഒരു ബ്രാൻഡാണിത്. കാരണം ഇതേവരെ ഇതൊന്ന് റിപ്പയർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. എൻ്റെ മോൻ ചെറുതായിരുന്നപ്പോൾ വാങ്ങിയതാണ്. ആമസോൺ വഴി നമുക്ക് ഓൺലൈനായിട്ട് ഇത് വാങ്ങിക്കാം. അപ്പോൾ ഡിസ്കൗണ്ടൊക്കെ കിട്ടും. ഞാൻ ഇതിനു മുമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ ഓരോരുത്തർ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ചോദിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അത് വെക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങണമെന്നുള്ളവർക്ക് ഓൺലൈനായിട്ട് വാങ്ങാം. നമ്മൾ ജ്യൂസ് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു കപ്പ് നിറയെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമെങ്കിൽ ഐസ് ക്യൂബ് ഇടാം. അതുപോലെ നമുക്ക് പഞ്ചസാര ചേർക്കണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം. ഇത്തരം കാര്യങ്ങളും കൂടി ചെയ്താൽ, അതല്ല ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഒന്നും ചേർക്കാതെ ഇത് കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് സ്പൂണിനൊന്ന് മിക്സ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്യാരറ്റ് ഇട്ടതുകൊണ്ട് നമുക്ക് നല്ല കളറിൽ കിട്ടും. അപ്പോൾ പൈനാപ്പിളും ചേർന്നതുകൊണ്ട് നമുക്കൊരു നല്ല ടേസ്റ്റും കിട്ടും. ക്യാരറ്റ് മാത്രമാണെങ്കിൽ ചെറിയൊരു കുത്തുണ്ടാവും. അപ്പോൾ പൈനാപ്പിൾ ചേർന്നതുകൊണ്ട് നമുക്ക് അതുണ്ടാവില്ല. വളരെ ടേസ്റ്റി ആയിട്ട് കുടിക്കാം. ഷുഗർ ആഡ് ചെയ്തില്ലെങ്കിൽ കുടിക്കാം. പിന്നെ പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർ വിശാലമായിട്ട് കുടിച്ചോളും. കുടിച്ചാൽ വളരെ നല്ലതാണ്. വേനൽക്കാലമല്ലേ, അപ്പോൾ ഒന്ന് ചൂടിനെയൊക്കെ കുറച്ച് നമുക്ക് ആരോഗ്യദായകമായ ഈ ജ്യൂസ് കുടിച്ചു നോക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.